ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏതൊരു ഫയലാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ, ഫസ്റ്റ് ഫയൽ. ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമ്പർ 1, ഈ ഒരു ഫയൽ. നമ്പർ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന സിറ്റുവേഷൻസ് എന്താണ്, അതുപോലെ തന്നെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ്, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമഘട്ടത്തിലാണ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം എന്താ പറയാ, ഒരു വല്ലാത്തൊരു നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ഓർക്കാൻ പോലുമുള്ള സമയം ഇല്ല എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്താ പറയാ, ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും ഒരു വല്ലാത്തൊരു നെഗറ്റീവ്സിന്റെ, എനിക്ക് തോന്നുന്നു ഒന്നി ആരുടെയെങ്കിലും ലൂപ്പിൽ പെട്ടിട്ട് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം, വല്ലാത്തൊരു സിറ്റുവേഷനിൽ ആരെയൊക്കെ കൺട്രോളിലായി പോകുന്ന ഒരു ടൈം, ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, ക്ഷീണം, ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരു വല്ലാത്തൊരു വേൾഡിലായി പോയുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നു. ഈ വ്യക്തിക്ക് ജോലിക്കുള്ള പൈസ അടിച്ചു മാറ്റുന്നുണ്ട്, അതുപോലത്തുള്ള ഫിനാൻസ്, ഭയങ്കരമായിട്ടും ഗ്ലാമർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ലുക്ക് വൈസോ അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യമായിട്ടുള്ള വൈസോ വെച്ചിട്ടോ ഈ വ്യക്തിക്ക് ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ലഭിക്കാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്തൊക്കെയോ ആരൊക്കെയോ വലിച്ചെടുക്കുന്നുണ്ട്. മേ ബി ഫാമിലി ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം. ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യം ആരൊക്കെയോ ചൂഷണം ചെയ്ത് മാറ്റുന്നുണ്ട് എന്നുള്ളൊരു ടൈമായിട്ടാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. കാരണം ഫ്രണ്ട്സ് ആയിരിക്കാം, മുതലെടുക്കുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയെ തളർത്തിക്കൊണ്ട്, ഈ വ്യക്തിയുടെ എനർജി യൂസ് ചെയ്തുകൊണ്ട്, ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട്, സ്വന്തം ഒരു ഡ്രസ്സ് പോലും വാങ്ങാനുള്ള പണം ഈ വ്യക്തിയുടെ കയ്യിലിപ്പം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത്രത്തോളം നെഗറ്റീവായിട്ട് പല പല വഴികൾ കാണിച്ചു കൊടുത്ത് അതുവഴി പോയി ഭയങ്കരമായിട്ടും കുരുകളിൽ ചെന്ന് പെടുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന, ഈ ഒരു സമയത്ത് ആലോചിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങൾക്കൊരു വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഈഗോ സിറ്റുവേഷൻസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളായിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് പവർ ഉണ്ട്. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ നിന്ന സമയത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ടും കളികൾ പഠിച്ചിരുന്ന ഒരു വ്യക്തി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം, എന്താണ് വിശ്വസിക്കേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എനർജി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വ്യക്തി ആലോചിച്ചത് നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് കുറേ അധികം ചേഞ്ചസ് ഉണ്ടായത്, കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടായത്. ഈ വ്യക്തിയെ കാര്യങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്തൊക്കെ ഒരു ഇഷ്യൂസ്, എന്തൊക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റാത്തൊരു ടൈമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്താഗതികളായിരിക്കാം, മനസ്സുകൊണ്ട് നെഗറ്റീവ് ചിന്തിച്ച് വെച്ചിരുന്ന എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആരൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു മൈൻഡ് കൺട്രോൾ, അല്ലെന്നുണ്ടെങ്കിൽ ബൂമറങ് കാർമിക് സിറ്റുവേഷൻസ് ആയിരിക്കാം. കർമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാണ്ട് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങൽ ബന്ധം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഫിസിക്കൽ പരമായിട്ടുള്ള ബന്ധം ഉണ്ടായി കാണാം.
മേ ബി നിങ്ങൾ ലുക്ക് കണ്ടിട്ടായിരിക്കാം ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വീണത്. നിങ്ങളെക്കാളും ഏജ് കുറവായിട്ടുള്ള കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ പിറകെ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറേ അധികം മെറ്റീരിയൽ ലൈഫിലായിരിക്കാം, സ്പിരിച്വൽ പ്രോസ്പെരിറ്റീസ് ആയിരിക്കാം, കൊടുക്കൽ വാങ്ങൽ ബന്ധമായിരിക്കാം, ഫിനാൻഷ്യൽ ബിസിനസ് പരമായിട്ടുള്ള മെന്റർ ആയിരിക്കാം നിങ്ങളുടെ. അപ്പോൾ കുറേ അധികം എനർജീസ് ഇവിടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ചെലുത്തിയ വല്ല ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും എല്ലാ മേഖലകളിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും നിങ്ങൾ നന്നായി വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഉണരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഭയങ്കര സപ്പോർട്ടായിട്ട് ഈ വ്യക്തി നിന്നൊരു ടൈമായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് ആ വ്യക്തി ആലോചിക്കുന്നത് നിങ്ങൾ നന്നാവണം, സക്സസ് ആവണം എന്ന് ചില ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേയധികം ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു സമയമുണ്ട്, നിങ്ങളുടെ എന്തൊക്കെയോ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മാറ്റി വെച്ചിരിക്കണം. കാരണം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു സക്സസിന്റെ പീക്ക് പോയിന്റിൽ നിങ്ങൾ എത്തരുത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഫാമിലീസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. കാരണം നിങ്ങളുടെ നെഗറ്റീവിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ടും ആഹ്ലാദിച്ച് സന്തോഷിച്ച്, കാരണം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു നിലയിൽ എത്തും. കാരണം നിങ്ങൾക്ക് വിധിക്കപ്പെട്ട സാധനങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ എനർജീസ് ആയിട്ട് ഇവിടെ കുറേയധികം ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട്. അത് ബിസിനസ്സിലായിരിക്കാം, കരിയറിലായിരിക്കാം, ഫിനാൻസിലായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സമയത്ത്, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടം, അവിടെ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് ലുക്ക് ബേസിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന്റെ ബേസിലായിരിക്കാം. അപ്പം അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യാനുള്ള എന്നും നിങ്ങൾ ഈ പറയുന്ന മെഡിറ്റേഷൻ അല്ല, അത് കണ്ണും കമ്പയറോ അങ്ങനത്തേക്കുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. കാരണം ഇന്നത്തെ ഒരു കാലത്ത് വെച്ചതിന് ശേഷം പെട്ടെന്നാണ് സൈക്കിക് അറ്റാക്ക് ഉണ്ടാവുന്നത്. അത് നമ്മുടെ ലൈഫിലായിരിക്കാം, നമ്മുടെ ഫേസിലായിരിക്കാം, നമ്മൾ എന്തുമായിരിക്കാം, ഏതിലാണോ നമുക്ക് കഴിവുള്ളത് ആ ഒരു കഴിവിലൊക്കെ നമുക്ക് ഈ എനർജി അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം അതിനെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം ഭയങ്കരമായിട്ടും ഹീൽ ചെയ്യാൻ വേണ്ടി നോക്കുക. സ്വയമേ ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞാലും അത് നല്ലൊരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ഓർണമെന്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും അതിനെ തടയാൻ പറ്റും. നിങ്ങൾ ഭയങ്കരമായി ദുർബലമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ്സിനെ തടയാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. മാക്സിമം 2 നേരം ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എനർജറ്റിക് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റും. രാവിലെ 6 മണിക്കൊക്കെ എണീച്ച് നല്ല രീതിക്ക് എക്സസൈസും വ്യായാമവും യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണുന്ന മജീഷ്യൻ കാർഡ് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങളിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാലും അവസാനം നിങ്ങൾ ചെന്നെത്തുന്ന ഒരു എനർജി യൂണിവേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, കുറേയധികം ട്രാൻസ്ഫർമേഷൻ വരുത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാനസികപരമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, കൂട്ടുകാരനാണ്, പക്ഷെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് കൊണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ആവുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എംപറർ കാർഡാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ഈ വ്യക്തിയുടേതായ കാര്യത്തിലോട്ട് പോയി വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പണം നേടണം, അച്ചീവ് ചെയ്യണം, ലോകം പിടിച്ചടക്കണം, എനിക്ക് എൻ്റെതായിട്ടുള്ള ലൈഫ് ഉണ്ട്, അപ്പോൾ അതിലോട്ട് ഞാൻ പോകണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളെ അങ്ങോട്ടൊന്നും ചെയ്യാൻ വിടുന്നും ഇല്ല എന്നുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ എന്തൊക്കെയോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയോ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ സിറ്റുവേഷൻസിൽ ഡാർക്കാക്കി വെച്ചിട്ടുള്ള കുറേ എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഈ വ്യക്തിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി നിങ്ങൾ എത്ര ഓടിക്കഴിഞ്ഞാലും, എന്തൊക്കെ പോയി കഴിഞ്ഞാലും വിധിക്കനുസരിച്ച് മാത്രമേ, അത് കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. ആ ഒരു പവറിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് വിധിയെ മാറ്റാൻ പറ്റും, ഈ വ്യക്തിയെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിനെ മാറ്റാൻ പറ്റും, ഈ വ്യക്തിയെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ചരിത്രം മാറ്റാൻ പറ്റും, ഈ വ്യക്തിയെ മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഒരാളെ മാറ്റുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു സമയം മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റും, നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റാൻ പറ്റും. ആ ഒരു സമയത്തിനെ മാറ്റി നിങ്ങളിലോട്ട് അടുപ്പിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ആ വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും ആർക്കും പറ്റത്തില്ല. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആണെന്നുണ്ടെങ്കിൽ അത് ഹീലായി പോയി എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നോർമൽ ആവുള്ളൂ. അത് കുറെ പ്രോസസ്സ് അവിടെ നടക്കും. അപ്പം അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാടായിട്ടാണ് കാണാൻ പറ്റുന്നത്.
ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദീർഘവീക്ഷണം ഉണ്ടാവും. ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. റിയലൈസേഷൻ ഉണ്ടാവും. ജോബിലാണ് ഈ വ്യക്തി കൂടുതലും കരിയർ ഫോക്കസ് ചെയ്തേക്കുന്നത്. കരിയർ പരമായിട്ടുള്ള സംഭവങ്ങൾ ഫോക്കസ് ചെയ്തേക്കുന്നത് കരിയർ, ഫിനാൻസ്, ജോബ് അങ്ങനത്തുള്ള സംഭവത്തിലായിട്ടാണ് ചെയ്തേക്കുന്നത്. വെൽ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ജോലിയിലോട്ട് കയറുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ജോലി ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ നല്ലൊരു പൊസിഷനിൽ ഇല്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്ന കണക്ക് നിങ്ങളെ നെഗറ്റീവ്സിലോട്ട് കൊണ്ടിടുന്നത്. ഈ വ്യക്തിയുടെ കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മുതലെടുക്കുക, നശിപ്പിക്കുക എന്നൊക്കെ ഉള്ള സംഭവമാണ്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കലാകാരനായിരിക്കാം, എന്തൊക്കെയോ കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ കരിയർ പാഷൻ അതിലോട്ട് പോകണം, അതാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന കുറെ അധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്കൊരു ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടർ അങ്ങനത്തെയൊക്കെ ഒരു കലാപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയസിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതലധികം ഫോക്കസ് ചെയ്യുന്നത് അതിൽ തന്നെയായിരിക്കും. ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ പല പല ഒരു ചിന്താഗതി തന്നെ നിൽക്കുന്നില്ല. നിങ്ങളുടെ കരിയർ എന്തായെന്ന് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഫിനാൻസ് എന്തായെന്ന് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ട്രോമാസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ചില കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ ചില കാര്യങ്ങൾ ഇവർക്ക് അറിയാം. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് അറിയാം. പക്ഷേ അവർക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പിടിച്ച് കിടത്തുന്ന സമയത്ത്, നമ്മൾ സ്റ്റക്ക് ആവുന്ന സമയത്ത്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ തലവര അല്ലെങ്കിൽ നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് നമ്മളെ കൺട്രോളിലല്ലാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് യൂണിവേഴ്സലായിട്ട് വിചാരിച്ച് യൂണിവേഴ്സലായിട്ട് തന്നെ നമ്മളെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതല്ലാണ്ട് ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ വ്യക്തിയുടെ പിറകെ ഓടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഡിവൈൻ്റെ അടുത്ത് ചോദിച്ച് ഡിവൈൻ്റെ അടുത്തോട്ട് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും ഡയറക്റ്റ്. അപ്പം ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഒരു ചാൻസ് ഉള്ളതായിട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെ രണ്ട് മൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത്, ഒരു വെളിച്ചം കാണുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും, മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതേ കണക്കിന് അത് ഫ്ലോപ്പ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് എന്ത് എനർജിയാണ്, അത് ഏത് എനർജിയാണ്, ആ ഒരു എനർജിയുടെ ഒരു കളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. രാവും പകലും തമ്മിലുള്ള ഒരു വ്യത്യാസം പോലെയാണ് കാണാൻ പറ്റുന്നത്. മൂഡ് സ്വിങ്സ് ആയിരിക്കാം, ചേഞ്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം, അങ്ങനത്തുള്ള കുറച്ചധികം സംഭവങ്ങളായിട്ട് കാണാൻ പറ്റുന്നത്. ജോലി, കരിയർ ഒക്കെയാണ്. വിധിക്കപ്പെട്ട റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ കുറേയധികം എന്താ പറയാ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആരാവാം അല്ലെങ്കിൽ എന്തുമായിക്കൊണ്ട് പോവാം. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഈ വ്യക്തി തന്നെയാണ് ഉള്ളത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ വ്യക്തി വലുതാണ്. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങൾക്ക് വലുതാണ്, നിങ്ങൾക്ക് അതങ്ങനെയാണ്. മേ ബി കുറെ അധികം ഏജ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ലുക്ക് ഒന്നും ഇല്ലായിരിക്കാം, ഭയങ്കര ഗ്ലാമർ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പം നിങ്ങളിൽ നിന്നും കുറെ അധികം വെളിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നു കേട്ടോ. കുറെ ഇപ്പം നോ കോണ്ടാക്ട് ആണ്, അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ആരൊക്കെയോ വെച്ച് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിക്കും, പൂജയും കർമ്മങ്ങളും മറ്റേതൊക്കെ മറിച്ചതൊക്കെ നടത്തി കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചെന്നുണ്ടെങ്കിൽ എനിക്കത് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് വെച്ച് ഒരു യൂസും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ യൂസ് ഉണ്ടാകത്തില്ല. കാരണം ഇത് ഡിവൈൻ കയ്യിലിരിക്കുന്ന സംഭവങ്ങളാണ്. ഡിവൈൻ കയ്യിലിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത് പെട്ടെന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അത് മനുഷ്യ സഹജമായിട്ട് കൊണ്ടുവരാൻ പാടാണ്. അല്ലെന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ട് കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റഡ് ആയിട്ട് വരണം. പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര ബ്രൈറ്റ്നസ് തരും. ഈ ഒരു സമയം നിങ്ങൾ കടന്നു പോകുന്നത് പിന്നീട് നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഈ ഒരു ഡാർക്ക് നൈറ്റ് സോൾ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് മാറും. കാരണം ഈ ഒരു ടൈം നിങ്ങളുടെ സ്മെല്ലും മണവും ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്തിന് പിന്നീട് ആസ്വദിക്കും, സന്തോഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്കതിൽ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അതിന്റെ പീക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷനിലായിരിക്കാം, സ്പിരിച്വലി, ടിൻ ഫ്ലെയിം, സോൾമേറ്റ്, എന്ത് സംഭവത്തിലായാലും നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾ പഠിക്കും, എക്സ്പീരിയൻസ് ചെയ്യും. എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന സമയത്ത്
നിങ്ങളിപ്പോൾ തളർന്നാണ് നിൽക്കുന്നത്. ഈ തളർച്ചയിൽ നിന്ന് നിങ്ങൾക്കൊരു എനർജി ഡിവൈൻ തന്ന് ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടെത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും കാണാൻ പറ്റും. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ആ ഒരു സംഭവത്തിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തുള്ള സമയത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും, എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോകം കാണിച്ചു തരും. അതും നേരം നിങ്ങൾ ബ്ലൈൻഡ് ഡ്രിങ്ക് കണ്ണ് കെട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ടും നെഗറ്റീവ്സിലോട്ട് നമ്മൾ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് നമുക്കത് ഇതൊരു ഒരു ഒരു എന്താ പറയാ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കുറേയധികം പവറുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കുറേയധികം ശക്തികളുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഗെയിമായിട്ട് മാക്സിമം കൂട്ടാൻ നോക്കാം. ഇതിൽ നമ്മൾ എന്താ പറയാ, ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ ഡിവൈൻ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം മദർ എനർജി യൂണിവേഴ്സിന്റെ അടുത്ത് മാക്സിമം പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡിവൈൻ തരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലോട്ട് പോകാമേ. ഇതിന് പുറമെ ആർക്കും പേഴ്സൺ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അപ്പം സെക്കൻഡ് പൈല് ഓക്കെ, സെക്കൻഡ് പൈല് സെക്കൻഡ് പൈല് പർപ്പസ് ആണ്. സെക്കൻഡ് പൈല് ഹൈലി പർപ്പസ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ പഠിപ്പിക്കാൻ വന്നൊരു വ്യക്തി, നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ വന്നൊരു വ്യക്തി. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ കൂടുതലും പഠിപ്പിക്കാൻ വന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങള് ഈ ഒരു റിലേഷനിൽ കയറിയ സമയത്ത് നിങ്ങളൊരു ജെന്യുൻ ഫേസ് ആയിരിക്കാം ഈ ഒരു റിലേഷനിൽ കണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വൾഗർ ആയിട്ടുള്ള ഒരു ഫേസ്, നിങ്ങളുടെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ തന്നെ നെഗറ്റീവ്സ്, ഇതൊക്കെ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്കിത് ഒന്നും റിയലൈസ് ചെയ്യാൻ ഒരു നെഗറ്റീവ്സ് ആണ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾ ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ട്, ഹീൽ ആവാൻ വേണ്ടിയിട്ട് വന്ന കുറേയധികം ആൾക്കാരുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ കാർമിക് ആയിരിക്കാം, ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണി, സ്റ്റാർ സീഡ്, അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, കാർമിക്, ഇങ്ങനെ എന്തുമായാൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഷാഡോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെന്റലി നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിന്റെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനൊരു ജസ്റ്റിസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ തന്നെ വിചാരിക്കണം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു ബോഡി ടു ബോഡി ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. സോൾ ടു സോൾ റിലേഷൻ ആണ്. മൈൻഡ് ടു മൈൻഡ് റിലേഷൻ അല്ല, മനസ്സിന്റെ കളിയായിട്ട് കാണാൻ പറ്റത്തില്ല നമുക്ക്. കർമ്മ റിലേറ്റഡ് ആണ്, സോൾ കണക്ഷൻ ആണ്. നിങ്ങളെ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് പഠിപ്പിക്കാൻ വന്ന കുറേയധികം വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ മുൻജന്മ സുഹൃതം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിം ഓപ്പോസിറ്റ്, ഈ വ്യക്തിക്ക് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കാമായിരിക്കാം. നിങ്ങൾ ചിരിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ചിരിക്കാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾ പൊക്കം കൂടുതലാണെങ്കിൽ ഈ വ്യക്തി പൊക്കം കുറവായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ ഏജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏജ് കുറവായിരിക്കും. സെയിം ഏജിലുള്ള ആൾക്കാരൊന്നും ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ചധികം ഡിഫറൻറ്റ് ഇതിലേക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാ കാര്യത്തിലും ചേഞ്ചസ് ആണ് നിങ്ങൾ തമ്മിൽ. പക്ഷെ എല്ലാ കാര്യത്തിലും ഒരേ മെന്റാലിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ ഒക്കെയാണ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതലും കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും ഇങ്ങനത്തുള്ള വ്യക്തികൾ. അപ്പം ഫേക്ക് ടിൻ ഫ്ലെയിം ആവാം, മേ ബി ഒറിജിനൽ ടിൻ ഫ്ലെയിം ആവാം, ഫേക്ക്, അങ്ങനത്തെ ഉള്ള കുറെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെന്താണ് ഡിവൈൻ പവർ ആണെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും എന്നുള്ള സിറ്റുവേഷനിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊരു സെക്ഷൽ നീഡ്സ്, ടെലിപ്പതി കണക്ഷൻ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റ്യൂട്ടീവ്ലി അഡിക്ഷൻ, അതേപോലെ തന്നെ എനർജി ടു എനർജി സെൻഡ് ചെയ്ത് കൊടുത്തുള്ള സെക്ഷൽ അട്രാക്ഷൻസ്,
ഫീലിങ്സ്, ഡിവൈൻ കണക്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേയധികം സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത്, ടെലിപ്പതി അങ്ങനത്തെയൊക്കെയുള്ള കുറേയധികം കണക്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ശ്വാസം പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ വ്യക്തി അവിടെ നിന്ന് ശ്വാസം വിടുന്നത് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജി പരമായിട്ടുള്ള പല പല ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും. ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വേറെ, ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വന്നാൽ തന്നെ എന്താ പറയാ, ഫീലിങ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഫീലിങ്സ് ഈ വ്യക്തിയുടെ അടുത്ത് ഉണ്ടാവും. എനർജി ഭയങ്കരമായിട്ടും ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെങ്കിൽ പോലും എനർജി ടു എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വിധിക്കപ്പെട്ട വ്യക്തികളായത് കൊണ്ട് തന്നെ പല നീഡ്സും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. പല സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തുള്ള സംഭവം ഉണ്ടാവും കുറേയധികം ആൾക്കാർക്കാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്ന കുറേയധികം വ്യക്തികൾ ആലോചിക്കുന്ന സിറ്റുവേഷൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പാടില്ല, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ്സ് മാത്രം ഉണ്ടാവണം, നിങ്ങൾക്ക് കുറേയധികം തടസ്സങ്ങൾ ഉണ്ടാവണം, നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവണം. കാരണം അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങളുടെ മുന്നിൽ ഭയങ്കര നന്മ മരം കളിച്ചിട്ട് ഓപ്പോസിറ്റ് പോയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കളിക്കുന്ന കുറേയധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റും. നിങ്ങളെ വിധി മാറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചേക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നെഗറ്റീവിലോട്ട് പിടിച്ച് ചായ്ക്കുന്ന, അവരുടെ കർമ്മയൊക്കെ എടുത്ത് തല മണ്ടയ്ക്ക് വെച്ച് തന്നിട്ട് അത്തരം നെഗറ്റീവ്സ് അടിപ്പിക്കുന്ന കുറേയധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് കിട്ടിയ യൂസ്, നിങ്ങളുടെ സോൾ എന്താണോ, നിങ്ങളുടെ ലൈഫ് എന്താണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ, അത് നിങ്ങൾ അറിയാൻ പറ്റാത്ത വിധം നിങ്ങളെ മൈൻഡ് മാറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടം വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് യൂസ് ആണ്? അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ സോളിന് എന്താണോ, നിങ്ങളുടെ സോളിന് മേ ബി ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സോൾ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ഡിവൈൻ കണക്ഷൻ ഉള്ള, ഡിവൈൻ കണക്ഷൻ എന്ന് പറയുന്നത് സൺ എനർജി, അതേപോലെ തന്നെ എന്താ പറയാ, ഭയങ്കരമായിട്ടും ഡിവൈൻ കണക്ഷൻ. നിങ്ങൾ മാനിഫെസ്റ്റ് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് തരാണ്ടിരിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ദിവസം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണം. വേറൊരാളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്രയും ആൾക്കാർ നിങ്ങൾക്ക് ഗൈഡൻസും കാര്യങ്ങളും അങ്ങനത്തേക്കുള്ള ലൈഫിൽ നിങ്ങൾക്ക് അത്രയും സാധനങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള സൺ എനർജിയാണ്. സൺ എനർജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട തീയാണ്. അതിനെയൊന്നും വെള്ളം വെച്ച് നമുക്ക് എത്ര വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു പവർ ഉള്ളതായിട്ട് കാണാൻ പറ്റും. നമുക്ക് രണ്ടിനും കുറ്റം പറയാൻ പറ്റത്തില്ല. വെള്ളം എല്ലാം കറക്റ്റ് ആണ്, എങ്കിലും ഒരു എനർജി ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു എനർജി നിങ്ങളിലോട്ട് വൈബ്രേറ്റ് ചെയ്ത് തരാൻ വേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ എനർജി എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ എനർജി എടുക്കാൻ പറ്റും, എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, എനർജറ്റിക് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരണം. അതുപോലെ തന്നെ കുറെ നാൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കണം. കുറെ നാൾ നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. മറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലോ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എവിടെ നിന്നാണോ വന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ എവിടെ നിന്നാണോ ഉദിച്ചത്, അതിന്റെ നിയോഗം എന്താണോ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഡെത്ത് റീബർത്ത് ആയിട്ട് വന്ന ബൂമറാങ്ക് കണക്ക് കർമ്മ തീർക്കാൻ വന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ കർമ്മ മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കുക. കർമ്മ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കർമ്മ ക്ലെൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് റീബർത്ത് ഉണ്ടാവും. ആ റീബർത്ത് ഉണ്ടായതിന് ഈ ലൈഫിൽ തന്നെ റീബർത്ത് ഉണ്ടാവും. ഈ ലൈഫിൽ തന്നെ പുനർജന്മം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കല്ല, നിങ്ങളുടെ സോളിന് പുനർജന്മം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറി, സിറ്റുവേഷൻസ് മാറി, നെഗറ്റീവ്സ് ഒക്കെ മാറി പോസിറ്റീവിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡിവൈൻ അനുഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ വേറൊരു വേൾഡ് കാണിച്ചു തരും. അതായത് ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ഏജ്, നിങ്ങൾ ആ ഒരു ഏജിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഏജ് കടന്നുപോയി, എൻ്റെ ടൈം കടന്നുപോയി, എൻ്റെ സിറ്റുവേഷൻ കടന്നുപോയി, ഞാൻ ഭയങ്കര ഡാർക്കിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്, ഞാൻ ഭയങ്കര നെഗറ്റീവിലോട്ട് പോകുന്ന സിറ്റുവേഷനാണ്, എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സോളിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യൂണിവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ഡിവൈൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. പല പല തരത്തിലുള്ള എനർജീസ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. സൺ എനർജി ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം നിങ്ങളുടെ സോളിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി തരും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ ആലോചിച്ചൊരു വ്യക്തി എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ക്യാഷിന്റെ പ്രശ്നമുണ്ട്, റിലേറ്റീവ്സിന്റെ പ്രശ്നമുണ്ട്, ഫെമിനിൻ എനർജിയുടെ പ്രശ്നമുണ്ട്, ആള് പോകുന്ന വഴി എങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടാതെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു വഴിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാല്
ഈ വ്യക്തിക്ക് ആരോടെ ചേരണമെന്ന് അറിയത്തില്ല. ഈ വ്യക്തിനെ സഹായിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ ഈ വ്യക്തി നോയിപ്പിച്ചു വിടുന്നുണ്ട്. സത്യത്തിൽ ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല ഇപ്പം ആരാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ആരാണ് ചീത്ത എന്നുള്ളത്. അതായത് ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഭയങ്കരമായിട്ട് ക്രോശിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. വല്ലാത്തൊരു സിറ്റുവേഷനിൽ ആയതുകൊണ്ടും കുറേ അധികം ആൾക്കാർ വന്ന് മുതലെടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു വ്യക്തി കുറേ അധികം ആൾക്കാരെ വന്നിട്ട് മുതലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട ഇവർക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് സിറ്റുവേഷൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇതായിട്ടാണ് കാണുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമില്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു എന്താ പറയാ കുറെ അധികം പാഠങ്ങൾ മനസ്സിലാക്കി തരുന്ന, കുറെ അധികം റിയലൈസേഷൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന, കുറെ അധികം നിങ്ങളെ ഒരു പുതിയൊരു റീബർത്തിലോട്ട് കൊണ്ടുതരാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ ഒരു കൂട്ടിൽ നിന്നും തുറന്നയക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളെ സോളിനെ കൂടുതലും നിങ്ങളെ സോളിനെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്, ഈ ഒരു സോളിനെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഹീലിംഗ് പഠിപ്പിക്കുന്ന, നിങ്ങളെ ചേഞ്ച് ആക്കുന്ന, നിങ്ങളെ ഭയങ്കരമായിട്ട് മാറ്റാൻ, നിങ്ങളെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ്സ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം പ്രശ്നത്തിലോട്ട് കൊണ്ട് തള്ളിയിട്ടിട്ടുണ്ട്, പക്ഷേ അത്രത്തോളം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കും. ഒരാളെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരാളെ ഈ ഒരു ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾ ഒരാളെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള കുറേ അധികം ഓപ്പർച്യൂണിറ്റീസും കുറേ അധികം വിഷമങ്ങളും കുറേ സിറ്റുവേഷൻസും ഉണ്ട്. അത് പല എനർജി വഴിയായിട്ടും പല സിറ്റുവേഷൻസ് വഴിയായിട്ടും കോഡുകൾ വഴിയായിട്ടും മെന്റലി നമ്മളോട്ട് അഡിക്ഷൻ ആവും. അത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നിങ്ങൾ കണക്ക് കൂട്ടണം എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി പരമായിട്ടും അതുപോലെ തന്നെ രാവിലെ മെഡിറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് മെന്റലി ഒരു ഡൗണിൽ നിന്നും കുറച്ചധികം മെച്ചപ്പെട്ട സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്യൂർ സോൾ ആണെന്നുള്ള കാര്യം ആ ഒരു വ്യക്തിക്ക് 100% അറിയാം. നിങ്ങളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നിങ്ങളൊരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾക്കൊരു എനർജി ഉണ്ട്, ഈ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് നിങ്ങളുടെ സോളിന്റെ ആഗ്രഹം നടത്തിയെടുക്കാനാണ്. മേ ബി നിങ്ങളുടെ സോളിന്റെ ആഗ്രഹം പൈസ ഉണ്ടാക്കലായിരിക്കാം, മേ ബി ഫെയിം ആയിരിക്കാം, മേ ബി പല പല കഴിവുകളായിരിക്കാം. നല്ല 50, 60, 70 വയസ്സുള്ള ആൾക്കാരുടെ സോളിന് 18 വയസ്സേ കാണത്തുള്ളൂ. സോളിന് എപ്പോഴും 18 വയസ്സേ കാണത്തുള്ളൂ. എപ്പോഴും തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. ഓക്കെ, എപ്പോഴും ഹാപ്പി ആയിരിക്കും. എപ്പോഴും ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടി നോക്കുക നമ്മുടെ സോളിനെ. നമ്മൾ എത്രത്തോളം നമ്മുടെ സോളിനെ, ആത്മാവിനെ ഹാപ്പിയാക്കി വെക്കുന്നു, നമ്മുടെ മനസ്സിനെ ഹാപ്പിയാക്കി വെക്കുന്നു, അത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. മൈൻഡ് ഇട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും. അപ്പം ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകാൻ വേണ്ടി നോക്കുക. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡൗണിലായിരിക്കും, പക്ഷേ നിങ്ങളുടെ സോളിന് ആഗ്രഹം ഉണ്ടാകും. അത് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് കുറേ ചിന്തകളുണ്ട് നിങ്ങളെക്കുറിച്ച്. കുറേ അധികം ചിന്തകളുണ്ട്, കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നുണ്ട്, പക്ഷെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കുറേ അധികം ടൈം എടുക്കും വരാൻ വേണ്ടിയിട്ട്. കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, കുറേ അധികം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. കരിയർ, ഫിനാൻസ്, ഫാമിലി, റിലേറ്റീവ്സ്, പ്രശ്നങ്ങൾ, ഫ്രണ്ട്സ്, ജോബ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ജോബ്ലെസ് ഒക്കെ ആയിരിക്കാം. മേ ബി ഈ വ്യക്തി ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈമിലോട്ട് ആയിരിക്കത്തില്ല കടന്നു പോകുന്നത്. വല്ലാത്തൊരു വിഷമമുള്ള ഒരു ഫീലിങ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും കടന്നു പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാന്ന് തോന്നിപ്പോവും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പം പച്ചയായിരിക്കത്തില്ല, വേറെന്തെങ്കിലും ആയിരിക്കും. അപ്പം കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കുറേ എനർജീസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര എനർജിയിലോട്ട് പോകും, ഭയങ്കരമായി സക്സസിലോട്ട് പോകാൻ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പോരുതെന്ന് പറഞ്ഞ് നെഗറ്റീവ്സിലോട്ട് അടുപ്പിക്കുന്ന കുറേ അധികം സൈക്കിക് അറ്റാക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസും ആ വ്യക്തിയുടെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ഇതൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഓക്കെ ബൈ ടാറ്റ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.